ഇന്ത്യൻ മണ്ണിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഒരു ഭരണവ്യവസ്ഥ കെട്ടിപ്പടുത്ത സമയത്ത് അതിൻ്റെ നായകന്മാരായിട്ട് ഒട്ടനവധി ഗവർണർമാരും ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും ഇന്ത്യയിൽ ഭരണം നടത്തി. 1757 ജൂൺ 23 റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും തമ്മിൽ ഒരു യുദ്ധം ഇന്ത്യയിൽ വെച്ച് നടന്നു. പ്ലാസിയിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ ബംഗാൾ പിടിച്ചു. അങ്ങനെ ഇന്ത്യയിൽ ഒരു ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകുകയുണ്ടായി. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ച റോബർട്ട് ക്ലൈവ് യുദ്ധവിജയത്തോടെ ബംഗാൾ ഗവർണർ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയ്ക്കുണ്ടായ വിജയത്തെ തൊട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നാണ് റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്വർഗജാതനായ ജനറൽ അഥവാ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് ദി എൽഡർ ഏൾ ഓഫ് ചാത്താം പ്രഭുവായിരുന്നു. 1757 1760 കാലയളവിലും അതിനുശേഷം 1765 1767 കാലയളവിലും റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ഗവർണറായി ഭരണം നടത്തി. 1758 1763 കാലയളവിൽ മൂന്നാം കർണാട്ടിക് യുദ്ധം നടക്കുന്ന സമയത്തും 1767 ഒന്നാം മൈസൂർ യുദ്ധം തുടങ്ങുന്ന സമയത്തും ബംഗാൾ ഗവർണറായി ഭരണം നടത്തിയിരുന്നത് റോബർട്ട് ക്ലൈവാണ്. ബക്സാർ യുദ്ധത്തെ തുടർന്നുണ്ടായ അലഹബാദ് ഉടമ്പടിയിൽ 1765 ഒപ്പുവെച്ച ഗവർണറാണ് ഇദ്ദേഹം. എന്നാൽ 1759 മുതൽ 1764 വരെ ഹെൻറി വാസിറ്റാർട്ട് ആയിരുന്നു ബംഗാളിലെ ഗവർണർ. അതുകൊണ്ട് തന്നെ 1764 ബക്സാർ യുദ്ധസമയത്തെ ബംഗാൾ ഗവർണർ ഹെൻറി വാസിറ്റാർട്ടാണ്. 1764 ഒക്ടോബർ 22 ഈ ബക്സാർ യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ കഴിഞ്ഞത്. അതിലൂടെ ഇന്ത്യൻ മണ്ണ് ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിമപ്പെടുകയാണുണ്ടായത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഇന്ത്യയിൽ നേരിട്ട് ഭരണം നടത്തിയിരുന്നത്. ഇത് ഇംഗ്ലണ്ടിലെ ചില കച്ചവടക്കാരിൽ അസ്വാരസ്യമുണ്ടാക്കി. വിഷയം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തുകയും തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അതിന്മേൽ കൂടുതൽ നിയന്ത്രണത്തിനുമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് അഥവാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് 1773 ഈ ക്രമീകരണ നിയമം. ഈ നിയമത്തിലൂടെ ബംഗാൾ ഗവർണറെ ഗവർണർ ജനറലായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ സമയം ബംഗാളിൽ ഗവർണറായിരുന്ന വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലായി അറിയപ്പെട്ടു. 1772 മുതൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുന്നതുവരെ വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ഗവർണറായും 1773 റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വന്നതു മുതൽ 1785 വരെ ബംഗാളിലെ ഗവർണർ ജനറലായും വാറൻ ഹേസ്റ്റിംഗ് തുടർന്നു. 1833 ചാർട്ടർ നിയമം നിലവിൽ വരുന്നതുവരെ ബംഗാളിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഗവർണർ ജനറൽമാരെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 1833 ചാർട്ടർ നിയമത്തോടുകൂടി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്തു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾക്കും ശേഷം 1858 ഇംഗ്ലണ്ടിലെ രാജ്ഞി ഒരു വിജ്ഞാപനം ഇറക്കുകയും അതുവരേക്കും ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതോടുകൂടി 1858 മുതൽ ഗവർണർ ജനറൽ എന്നതിനു പകരം വൈസ്രോയി എന്ന സ്ഥാനപ്പേരിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടു. ഒന്നാമത്തെ ഗവർണർ ജനറലായ വാറൻ ഹേസ്റ്റിംഗ് മുതൽ ആദ്യത്തെ വൈസ്രോയിയായ കാനിംഗ് പ്രഭു വരെ 13 ഗവർണർ ജനറൽമാരും 7 ആക്ടിംഗ് ഗവർണർ ജനറൽമാരും ഒന്നാമത്തെ വൈസ്രോയിയായ കാനിംഗ് പ്രഭു മുതൽ അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൺ പ്രഭു വരെ 20 വൈസ്രോയിമാരുമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് നേതൃത്വം നൽകിയത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി വൈസ്രോയി എന്ന പദവി നിർത്തലാക്കുകയും പിന്നീട്
പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി എന്ന പേരിൽ ആ സ്ഥാനം അറിയപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ വാറൻ ഹേസ്റ്റിംഗ് മുതൽ വെല്ലസ്ലി പ്രഭു വരെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നത്. ഓരോ ഭരണാധികാരികളുടെയും കാലയളവും അവരുടെ ഭരണത്തിന് കീഴിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. വാറൻ ഹേസ്റ്റിംഗ് 1773 മുതൽ 1785 വരെയാണ് വാറൻ ഹേസ്റ്റിംഗിൻ്റെ ഭരണകാലം. 1773 റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായി. മുമ്പ് ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണ വ്യവസ്ഥ നടപ്പാക്കിയിരുന്നു. ഈ ദ്വിഭരണ വ്യവസ്ഥ റദ്ദ് ചെയ്തത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടും അതുപോലെ കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായതും ഇക്കാലയളവിലാണ്. 1775-82 കാലയളവിൽ ഒന്നാം മറാത്ത യുദ്ധം നടക്കുമ്പോഴും ഇതിനെ തുടർന്ന് സൽബായി സന്ധി 1782 ഒപ്പുവെക്കപ്പെടുമ്പോഴും വാറൻ ഹേസ്റ്റിംഗ് ആണ് ഗവർണർ ജനറൽ. എന്നാൽ രണ്ടാം മറാത്ത യുദ്ധം നടക്കുന്ന 1803-1805 കാലയളവിൽ വെല്ലസ്ലി പ്രഭുവാണ് ഗവർണർ ജനറൽ. ഇതിനെ തുടർന്ന് 1805 രാജ്ഘട്ട് സന്ധി ഒപ്പുവെക്കുന്നതിലൂടെ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കുമ്പോൾ ജോർജ് ബർലോയായിരുന്നു ഗവർണർ ജനറൽ. ശേഷം 1817-1819 കാലയളവിലാണ് മൂന്നാം മറാത്ത യുദ്ധം അരങ്ങേറുന്നത്. ഈ കാലയളവിൽ ഗവർണർ ജനറലായിരുന്നത് ഹേസ്റ്റിംഗ് പ്രഭുവായിരുന്നു. ഈ ഹേസ്റ്റിംഗ് പ്രഭു ആദ്യത്തെ ഗവർണർ ജനറലായിട്ടുള്ള വാറൻ ഹേസ്റ്റിംഗ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വാറൻ ഹേസ്റ്റിംഗിൻ്റെ കാലത്ത് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു രണ്ടാം മൈസൂർ യുദ്ധം. 1780-84 കാലയളവിലാണ് രണ്ടാം മൈസൂർ യുദ്ധം സംഭവിക്കുന്നത്. ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനും ഈ യുദ്ധങ്ങളിൽ മൈസൂർ പക്ഷത്തിന് നേതൃത്വം നൽകി. 1784 മംഗലാപുരം സന്ധിയിലൂടെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. എന്നാൽ ഒന്നാം മൈസൂർ യുദ്ധം 1767-69 കാലയളവിൽ റോബർട്ട് ക്ലൈവിൻ്റെ ഭരണസമയത്തും 1789-92 കാലയളവിലെ മൂന്നാം മൈസൂർ യുദ്ധം നടന്നപ്പോഴും ഇതിനെ തുടർന്ന് ശ്രീരംഗപട്ടണം സന്ധി 1792 ഒപ്പുവെക്കപ്പെടുമ്പോഴും ഗവർണർ ജനറലായിരുന്നത് കോൺവാലിസ് പ്രഭുവായിരുന്നു. ശേഷം 1799 നാലാം മൈസൂർ യുദ്ധം നടക്കുകയും ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും ചെയ്തു. വെല്ലസ്ലി പ്രഭുവായിരുന്നു ഈ കാലഘട്ടത്തിലെ ഗവർണർ ജനറൽ. വാറൻ ഹേസ്റ്റിംഗിന് ശേഷം സർ ജോൺ മാക്ഫോസൺ എന്ന് പറയുന്ന ഒരു ആക്ടിംഗ് ഗവർണർ ജനറൽ അധികാരത്തിൽ വന്നു. ശേഷം 1786-1793 കാലയളവിൽ കോൺവാലിസ് പ്രഭുവാണ് ഗവർണർ ജനറലായത്. നേരത്തെ സൂചിപ്പിച്ച മൂന്നാം മൈസൂർ യുദ്ധവും 1903 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയതും കോൺവാലിസ് പ്രഭുവിൻ്റെ കാലത്താണ്. ആധുനിക പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നും കോൺവാലിസ് അറിയപ്പെടുന്നുണ്ട്. 1786 മുതൽ 1793 വരെയും പിന്നീട് 1805 2 പ്രാവശ്യം ഗവർണർ ജനറലായ വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. പദവിയിലിരിക്കെയാണ് കോൺവാലിസ് പ്രഭു മരണപ്പെടുന്നത്. പദവിയിൽ നിന്നും രാജിവെച്ച അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്. ആത്മഹത്യ ചെയ്ത ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. കോൺവാലിസ് പ്രഭുവിന് ശേഷം 1793 മുതൽ 98 വരെ ജോൺ ഷോർ പ്രഭുവായിരുന്നു ഗവർണർ ജനറലായി നിയമിതനായത്. നോൺ ഇൻ്റർവെൻഷൻ പോളിസി അഥവാ ഇടപെടാതിരിക്കൽ നയം കൊണ്ടാണ് ജോൺ ഷോർ പ്രസിദ്ധനായത്. 1794 രണ്ടാം റോഹില്ല യുദ്ധം നടക്കുന്നതും ജോൺ ഷോർ പ്രഭുവിൻ്റെ കാലത്താണ്. എന്നാൽ 1773-74 നടന്ന ഒന്നാം റോഹില്ല യുദ്ധം വാറൻ ഹേസ്റ്റിംഗ് പ്രഭുവിൻ്റെ കാലത്താണ് സംഭവിച്ചത്. അതുപോലെ 1795 നടന്ന കുർദ യുദ്ധം നടന്നതും ജോൺ ഷോർ പ്രഭുവിൻ്റെ കാലത്താണ്.
1798 രണ്ടാമതൊരു ആക്ടിംഗ് ഭരണാധികാരി കൂടെ ഭരണത്തിൽ വന്നു. സർ ആലൂർ ക്ലർക്ക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അടുത്തത് വെല്ലസ്ലി പ്രഭു. 1798 1805 കാലയളവിലാണ് വെല്ലസ്ലി പ്രഭു ഗവർണർ ജനറലായി അധികാരത്തിലുണ്ടായിരുന്നത്. 1798 സൈനിക സഹായ വ്യവസ്ഥയാണ് വെല്ലസ്ലി പ്രഭുവിൻ്റെ പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരം. ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലായും രാജ കേശവദാസിന് രാജ എന്ന ബഹുമതി നൽകിയ ഗവർണർ ജനറലായും അദ്ദേഹം അറിയപ്പെടുന്നു. ബംഗാൾ കടുവ എന്ന അപരനാമത്തിലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗവർണറാണ് റോബർട്ട് ക്ലെവ്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. 1773 മുതൽ 1805 വരെയുള്ള ഗവർണർ ജനറൽമാരെ തൽക്കാലം ഒന്നാം ഘട്ടം എന്ന ഒരു സബ് ഹെഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിർത്താം. ഇനി 1805 ജോർജ് ബർലോ മുതൽ 1835 വില്യം ബെൻഡിക് വരെയുള്ള ഗവർണർ ജനറൽമാരെക്കുറിച്ചുള്ള രണ്ടാം ഘട്ടം നോക്കാം. ജോർജ് ബർലോ 1805 മുതൽ 1807 വരെയാണ് ജോർജ് ബർലോയുടെ കാലാവധി. ഒരു ആക്ടിംഗ് ഭരണാധികാരിയായിരുന്നു ജോർജ് ബർലോ. വെല്ലസ്ലി പ്രഭുവിൻ്റെ ഭരണകാലയളവിൽ തുടക്കം കുറിച്ച രണ്ടാം മറാത്ത യുദ്ധം അവസാനിച്ചത് ജോർജ് ബർലോയുടെ ഭരണകാലയളവിലാണ്. 1806 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സൈനിക കലാപമായ വെല്ലൂർ പട്ടാള കലാപം നടന്നതും ഈ കാലഘട്ടത്തിലാണ്. അടുത്തത് മിൻറ്റോ പ്രഭു. 1807 മുതൽ 1813 വരെയാണ് മിൻറ്റോ പ്രഭുവിൻ്റെ ഭരണകാലാവധി. 1809 മഹാരാജ രഞ്ജിത് സിംഗുമായുള്ള അമൃത്സർ സന്ധി നടന്നതും പേഷ്വാ പദവി നിർത്തലാക്കിയതും മിൻറ്റോ പ്രഭുവിൻ്റെ ഈ കാലഘട്ടത്തിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1905 1910 കാലയളവിൽ മിൻറ്റോ എന്ന പേരിൽ തന്നെ മറ്റൊരു ഭരണാധികാരി ബ്രിട്ടീഷ് ഇന്ത്യയിൽ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നു, മിൻറ്റോ സെക്കൻഡ്. 1906 മുസ്ലിം ലീഗ് രൂപീകരിച്ചതും 1907 സൂറത്ത് പിളർപ്പ് ഉണ്ടായതും മിൻറ്റോ പ്രഭു സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലാണ്. അടുത്തത് 1813 മുതൽ 1822 വരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്നത് ഹേസ്റ്റിംഗ് പ്രഭുവാണ്. ആദ്യത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിംഗ് അല്ല ഇത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. 1816-18 കാലയളവിൽ മൂന്നാം മറാത്ത യുദ്ധം നടക്കുന്നതും 1817-18 കാലയളവിൽ പിണ്ടരി യുദ്ധം നടക്കുന്നതും മദ്രാസിൽ റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കുന്നതും ഹേസ്റ്റിംഗ് പ്രഭുവിൻ്റെ ഈ ഭരണകാലയളവിലാണ്. ഇതേ കാലയളവിൽ തന്നെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നേപ്പാൾ കീഴടക്കിയതും. അടുത്തത് 1823 ആക്ടിംഗ് ഭരണാധികാരിയായിരുന്ന ജോൺ ആഡം ആണ്. ലൈസൻസിങ്ങിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ജോൺ ആഡം. എന്നാൽ ഈ നിയമം 1835 അധികാരത്തിൽ വന്ന ചാൾസ് മെറ്റ്കാഫ് എടുത്തു കളയുകയുണ്ടായി. ഇനി 1823 1828 കാലയളവിൽ ഗവർണർ ജനറലായിരുന്ന ആംഹെസ്റ്റ് പ്രഭുവിനെ കുറിച്ചാണ് പറയുന്നത്. 1824-26 കാലയളവിൽ നടന്ന ഒന്നാം ബർമീസ് യുദ്ധം ആംഹെസ്റ്റ് പ്രഭുവിൻ്റെ ഭരണത്തിനു കീഴിലാണ് സംഭവിച്ചത്. 1826 യന്താവോ ഉടമ്പടിയിലൂടെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. ശേഷം 1852 ഡൽഹൌസിയുടെ കാലത്താണ് രണ്ടാം ബർമീസ് യുദ്ധം നടക്കുന്നത്. മൂന്നാം ബർമീസ് യുദ്ധം നടക്കുന്നത് 1886 ഡഫറിൻ പ്രഭുവിൻ്റെ ഭരണകാലയളവിലാണ്. 1824 കൊൽക്കത്തയിൽ ഒരു സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആംഹെസ്റ്റ് പ്രഭുവിൻ്റെ ഭരണകാലയളവിൽ തന്നെയായിരുന്നു. ആംഹെസ്റ്റ് പ്രഭുവിന് ശേഷം 1828 ഒരു ആക്ടിംഗ് ഭരണാധികാരി ആയിക്കൊണ്ട് വില്യം ബർത്ത് ബെയ്ലിയാണ് അധികാരത്തിലെത്തിയത്.
1828 മുതൽ 1835 വരെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക്കാണ് രണ്ടാം ഘട്ടമെന്ന സബ് ഹെഡിങ്ങിലുള്ള അവസാനത്തെ ഭരണാധികാരി. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി അറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ്. 1833 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട് എന്ന ഒരു നിയമം പാസാക്കുകയുണ്ടായി. അതുവരെ ബംഗാളിൻ്റെ പേര് ചേർത്ത് അറിയപ്പെട്ടിരുന്ന ഗവർണർ ജനറൽ എന്ന സ്ഥാനപ്പേര് പിന്നീടങ്ങോട്ട് ഇന്ത്യൻ ഗവർണർ ജനറൽ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. രാജാറാം മോഹൻ റോയിയുടെ സഹായത്തോടുകൂടി 1829 ഇന്ത്യയിൽ സതി നിർത്തലാക്കിയതും ശൈശവ വിവാഹം നിർത്തലാക്കിയതും തഗ്ഗുകൾ അമർച്ച ചെയ്യപ്പെട്ടതും വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. പെൺ ശിശുഹത്യ നിർത്തലാക്കിയതും ഈ കാലയളവിലാണ്. എന്നാൽ പെൺ ശിശുഹത്യ നിയമം മൂലം അവസാനിപ്പിച്ചത് 1844-48 കാലയളവിൽ ഗവർണർ ജനറലായിരുന്ന ഹർഡിഞ്ച് ഒന്നാമനാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചതും 1835 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നായികക്കല്ലായ മെക്കാള മിൻസ് അവതരിപ്പിച്ചതും വില്യം ബെൻഡിക്കിൻ്റെ ഭരണ മികവുകളാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പറഞ്ഞ ഇദ്ദേഹമാണ് ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. എന്നാൽ ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നത് റിപ്പൺ പ്രഭുവാണ്. 1835 കൽക്കത്തയിൽ ഒരു മെഡിക്കൽ കോളേജും ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഗവർണർ ജനറൽമാരുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. 1835 മുതൽ 1856 വരെയുള്ള ഗവർണർ ജനറൽമാരാണ് മൂന്നാം ഘട്ടത്തിൽ വരുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്ന ആദ്യത്തെ ഭരണാധികാരിയാണ് 1835-36 കാലയളവിൽ ആക്ടിംഗ് ഗവർണർ ജനറലായിരുന്ന ചാൾസ് മെറ്റ്കാഫ്. നേരത്തെ പറഞ്ഞതുപോലെ 1823 ജോൺ ആദം കൊണ്ടുവന്ന ലൈസൻസിംഗ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത് ചാൾസ് മെറ്റ്കാഫാണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറലായിരുന്നു ചാൾസ് മെറ്റ്കാഫ്. അതുകൊണ്ട് തന്നെ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നാണ് ചാൾസ് മെറ്റ്കാഫ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. എന്നാൽ 1878 പ്രാദേശിക പത്ര നിയമം അഥവാ വെർണാക്കുലർ ആക്ട് എന്ന ഒരു നിയമസംഹിത ഇന്ത്യയിൽ അവതരിപ്പിച്ചത് വൈസ്രോയി ആയിരുന്ന ലിട്ടൺ പ്രഭുവാണ്. ചാൾസ് മെറ്റ്കാഫിന് ശേഷം 1836-1842 കാലയളവിൽ ഗവർണർ ജനറലായിരുന്നത് ഒക്ലാൻഡ് പ്രഭുവായിരുന്നു. 1839 ദേവേന്ദ്രനാഥ് ടാഗോർ തത്വബോധിനി സഭ സ്ഥാപിച്ചതും സമ്പാദ് പ്രഭാകർ എന്ന ആദ്യത്തെ ബംഗാളി പത്രം പ്രസിദ്ധീകരിച്ചതും ഒക്ലാൻഡിൻ്റെ കാലത്താണ്. 1840 ബാങ്ക് ഓഫ് ബോംബെ എന്ന പേരിൽ ഒരു ബാങ്ക് സ്ഥാപിക്കുകയും 1821 പിന്നീട് ഇത് ഇംപീരിയൽ ബാങ്കായി മാറുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം SBI എന്ന് ഇത് അറിയപ്പെട്ടു. 1843 എല്ലൻബറോയുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ബാങ്ക് ഓഫ് മദ്രാസും 1921 ഇംപീരിയൽ ബാങ്ക് സ്ഥാപിതമായപ്പോൾ അതിൽ ലയിച്ചിട്ടുണ്ട്. 1840-42 കാലയളവിൽ നടന്ന ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നതും ഒക്ലാൻഡ് പ്രഭുവിൻ്റെ ഈ ഭരണകാലയളവിലാണ്. എന്നാൽ 1878-1880 കാലയളവിൽ രണ്ടാം അഫ്ഗാൻ യുദ്ധം നടന്നത് ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്താണ്. ശേഷം 1919 മൂന്നാം അഫ്ഗാൻ യുദ്ധം സംഭവിക്കുന്നത്. ഒക്ലാൻഡ് പ്രഭുവിന് ശേഷം അധികാരത്തിൽ വന്നത് ലോർഡ് എല്ലൻബറോയാണ്. 1842 മുതൽ 1844 വരെയാണ് എല്ലൻ പ്രഭുവിൻ്റെ ഭരണകാലം. 1843 ഗ്വാളിയാർ യുദ്ധമാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന സംഭവം. അതുപോലെ 1843 ബാങ്ക് ഓഫ് മദ്രാസ് രൂപീകരിച്ചതും ഈ സമയത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ 1921 ഇംപീരിയൽ ബാങ്ക് സ്ഥാപിതമാകുമ്പോൾ ആ ബാങ്കിൽ ബാങ്ക് ഓഫ് മദ്രാസും ബാങ്ക് ഓഫ് ബോംബെയും ലയിക്കുകയായിരുന്നു. അടുത്തത് ഹർഡിഞ്ച് പ്രഭു. 1844-48 കാലയളവിലാണ് ഹർഡിഞ്ച് പ്രഭു ഒന്നാമൻ ഗവർണർ ജനറലാവുന്നത്. 1845-46 ഒന്നാം സിഖ് യുദ്ധം നടക്കുന്നത് ഹർഡിഞ്ച് പ്രഭു ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ്.
ഇതിനെ തുടർന്ന് 1846 ലാഹോർ ഉടമ്പടി ഉണ്ടായി. അതിനുശേഷം 1848-49 രണ്ടാം സിഖ് യുദ്ധം നടക്കുന്നത്. ഇത് ഡൽഹൌസി പ്രഭുവിൻ്റെ ഭരണകാലയളവിലാണ് സംഭവിച്ചത്. ഹർഡിഞ്ച് പ്രഭുവുമായി ബന്ധപ്പെട്ട മറ്റു സംഭവങ്ങളാണ് ഗോൺസുകൾക്കിടയിലെ നരബലി അമർച്ച ചെയ്തതും ഇന്ത്യയിൽ പെൺശിശുഹത്യ നിയമം മൂലം നിരോധിച്ചതും. നേരത്തെ ബെൻഡിക് പ്രഭുവിൻ്റെ ഭരണകാലയളവിൽ പെൺശിശുഹത്യ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിയമം മൂലം നിരോധിച്ചത് ഹർഡിഞ്ച് പ്രഭുവാണ്. ഇതേ പേരിൽ 1910-1916 കാലയളവിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് ഹർഡിഞ്ച് പ്രഭു രണ്ടാമനായിരുന്നു. മൂന്നാം ഘട്ടം എന്ന സബ് ഹെഡിങ്ങിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. 1848-1856 കാലയളവിലാണ് ഡൽഹൌസി പ്രഭു ഗവർണർ ജനറൽ ആവുന്നത്. ഇന്ത്യയെ ആധുനികവൽക്കരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. അതുകൊണ്ട് തന്നെ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നാണ് ഡൽഹൌസി പ്രഭു അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ. ഏറ്റവും കൂടുതൽ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതും കറൻസി സമ്പ്രദായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ്. 1848-49 കാലയളവിൽ രണ്ടാം സിഖ് യുദ്ധം നടക്കുന്നതും 1852 രണ്ടാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടക്കുന്നതും 1855 സാന്താൾ കലാപം നടക്കുന്നതും ഇതേ കാലയളവിലാണ്. 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നതും 1849 സ്ത്രീകൾക്കായി ബൈതുൺ സ്കൂൾ ആരംഭിച്ചതും 1851 ഇന്ത്യയിൽ ആദ്യമായി ടെലിഗ്രാഫ് ലൈൻ ആരംഭിച്ചപ്പോഴും 1853 ട്രെയിൻ സർവീസ് ഇന്ത്യയിൽ ആരംഭിച്ചപ്പോഴും 1854 പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചതും ഇദ്ദേഹം ഗവർണർ ജനറൽ ആയിരിക്കെയാണ്. 1853 ചാർട്ടർ ആക്ട് നടപ്പിലാക്കിയതും 1854 ചാൾസ് വുഡ് ഡെസ്പാച്ച് എന്ന വിദ്യാഭ്യാസ കമ്മീഷനെ നിയോഗിച്ചതും പോസ്റ്റ് ഓഫീസ് നിയമം കൊണ്ടുവന്നതും 1856 മതപരമായ വൈകല്യ നിയമം കൊണ്ടുവന്നതും 1856 വിധവ പുനർവിവാഹ നിയമം പാസാക്കിയതും ഗവർണർ ജനറലായ ഡൽഹൌസിയായിരുന്നു. ഡൽഹൌസിക്ക് ശേഷം കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായി വരുന്നത്. കാനിങ് പ്രഭു ഗവർണർ ജനറലായിരിക്കെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു നിയമം പാസാക്കുകയും അതിനുശേഷം ഗവർണർ ജനറൽ എന്ന പേര് വൈസ്രോയി എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെട്ടു. കാനിങ് പ്രഭുവിനെക്കുറിച്ചും അതിനുശേഷം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിയമിതരായ വൈസ്രോയിമാരെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ പറയാം.